അനൂപ്, കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം. കഴിഞ്ഞ ഞായറാഴ്ച ഈ കായലോട് ഭാഗത്ത് ഈ യുവതിയുടെ സുഹൃത്തും കാറിനരികിൽ നിന്ന് ഒരുമിച്ച് സംസാരിക്കുന്നു. ആ സമയത്ത് അവിടേക്ക് എത്തിയ കുറച്ചുപേർ ഈ രണ്ടുപേരെയും പിടിച്ച് ചോദ്യം ചെയ്യുന്നു. എന്താണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന രീതിയിലുള്ള സദാചാര ചോദ്യം ചെയ്യലിന് ഈ രണ്ടുപേരും വിധേയരാവുകയാണ്. ഈ റസീന എന്ന് പറയുന്ന യുവതിയുടെ സുഹൃത്തും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ഈ യുവതിയെ ഇവർ വഴക്കു പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും അതിനുശേഷം ഈ യുവാവിനെ ഇവർ കൂട്ടിക്കൊണ്ടുപോയി ഹായ് ഗായ്സ്, വെൽക്കം ടു അമിയ അൺഫിൽറ്റേർഡ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബെൽ ബട്ടനും അങ്ങ് അടിച്ചിട്ടോളൂ. ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് ഓരോ വീഡിയോസായി കാണാമല്ലോ. അപ്പം അധികം പറഞ്ഞു നിൽക്കുന്നില്ല, നമുക്ക് ആദ്യം തന്നെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സദാചാരമാണ് അല്ലേ. സദാചാരം ഒരു ഗുണ്ടായിസമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അതൊരു ഗുണ്ടായിസാണോ? അല്ല ഗൈസ്, തോന്നുകയാണ്. ഇന്നത്തെ പിള്ളേർ കളിക്കുന്ന പല കളികാണുകളും നമ്മൾ ആലോചിക്കും, ഞങ്ങൾ പഠിക്കുമ്പോണ്ടായിരുന്നു ഈ നാട്ടുകാരൊക്കെ ഇതിലെ പോയി. പണ്ടൊക്കെ നമ്മളിപ്പോൾ ഒന്ന് റോട്ടിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ നമ്മളുടെ കൂടെ ഏതെങ്കിലും ഒരു ചെക്കൻ നടക്കുകയാണെങ്കിൽ ഓൺ ദ സ്പോട്ട് കാണുന്ന കുറേ ആൾക്കാർ അത് ചോദിക്കാനും സംസാരിക്കാനും പറയാനും ഒക്കെ നിൽക്കും. വീട്ടിൽ പറയാനും അവിടെ പറയാനും ഇവിടെ പറയാനും പഞ്ചായത്തിൽ അറിയിക്കാനൊക്കെ നിൽക്കും. ഇന്ന് അതല്ല. ഇന്ന് പിള്ളേർ നടക്കുന്നു, പോകുന്നു, കറങ്ങുന്നു, ആൾക്കാരൊന്നും പറയുന്നില്ല. പറയാൻ പോയിട്ടുണ്ടെങ്കിൽ പിള്ളേർ അവരുടെ ചെള്ളക്കടിച്ച് പൊട്ടിക്കുന്നു. അന്നേരമാണ് പ്രായപൂർത്തിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു അന്യപുരുഷൻ്റെ കൂടെ കാറിൽ കണ്ടത് വിഷയമാവുന്നു. സദാചാരമായി ബന്ധപ്പെട്ട ആൾക്കാർ വരുന്നു, ചോദിക്കുന്നു. ആ സങ്കടത്തിൻ്റെ പുറത്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ആദ്യം തന്നെ പെണ്ണിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ 100% പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ് എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ എന്തിന് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഇല്ലേ? പിന്നെ വഴിയിൽ പോകുന്ന ആൾക്കാർ ഇന്ന് ഈ കാറിലിരിക്കുന്ന രണ്ടാളെ വന്ന് വിളിക്കും. അതെൻ്റെ ആദ്യത്തെ ഡൗട്ടാണ്. എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ എനിക്കത് മനസ്സിലായില്ല. കാരണം അങ്ങനെ വിളിക്കുന്ന ഒരു ജനറേഷനിലെ ആൾക്കാരാണോ ഇവിടെ ഇല്ലേ? ഈ കേസ് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന 2 ഡൗട്ട് ഇതാണ്. ഈ 2 ഡൗട്ടിനും ഇപ്പം കംപ്ലീറ്റ് ക്ലാരിറ്റി കിട്ടിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അധികം അങ്ങോട്ട് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ന്യൂസ് എന്താണെന്നുള്ളതൊന്ന് കാണാം. അനൂപ്, കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം. കഴിഞ്ഞ ഞായറാഴ്ച ഈ കായലോട് ഭാഗത്ത് ഈ യുവതിയുടെ സുഹൃത്തും കാറിനരികിൽ നിന്ന് ഒരുമിച്ച് സംസാരിക്കുന്നു. ആ സമയത്ത് അവിടേക്ക് എത്തിയ കുറച്ചുപേർ ഈ രണ്ടുപേരെയും പിടിച്ച് ചോദ്യം ചെയ്യുന്നു. എന്താണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന രീതിയിലുള്ള സദാചാര ചോദ്യം ചെയ്യലിന് ഈ രണ്ടുപേരും വിധേയരാവുകയാണ്. ഈ റസീന എന്ന് പറയുന്ന യുവതിയുടെ സുഹൃത്തും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ഈ യുവതിയെ ഇവർ വഴക്കു പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും അതിനുശേഷം ഈ യുവാവിനെ ഇവർ കൂട്ടിക്കൊണ്ടുപോയി അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. എന്താണ് സംഭവിച്ചത്, എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഏത് തരത്തിൽ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഈ സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തു. അതിനുശേഷം ഇയാളുടെ കയ്യിൽ നിന്നും ടാബും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു. അത് പരിശോധിച്ചു. അതിലെ മെസ്സേജുകളടക്കം എല്ലാ രീതിയിലുള്ള പരിശോധന, അത് 5 മണിക്കൂറോളം നീണ്ടു നിന്ന രീതിയിലാണ് ഈ ആൺ സുഹൃത്തിനെ ഈ ആളുകൾ ചേർന്ന് പരിശോധന നടത്തിയത്. അങ്ങനെ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്തതോടെ ഈ സ്ത്രീക്ക് ഇത് വലിയ രീതിയിലുള്ള മനോവേദനയാവുന്നു. അങ്ങനെ ഇവർ ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പിലാണ് ഈ ആളുകളുടെ പേര് പരാമർശിക്കുന്നത്. അതിപ്പോൾ 3 പേരെയാണ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തതായി മനസ്സിലാവുന്നത്. 3 പേരെ ഞാൻ ഈ ന്യൂസ് മുഴുവനായിട്ട് ഇട്ടിട്ടുള്ളത്, ഇനി അറിയുന്നവരോ അറിയാത്തവരോ ആയിട്ടുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഈ ന്യൂസ് മുഴുവനായി കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ. പിടിക്കുന്നു, ചോദ്യം ചെയ്യുന്നു, ആക്കുന്നു. ഫസ്റ്റ് തിങ്, ഇവരവിടെ കിടക്കട്ടെ, ഇവരിലോട്ട് നമുക്ക് വരാം. അതിന് മുമ്പ് ഈ ചോദ്യം ചെയ്ത ആൾക്കാരോട്, നിങ്ങളിനി കുടുംബക്കാരാണെങ്കിലും അയൽവാസികളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും എന്തിന് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യം എന്താ? ഇതിൽ പറയുന്നത് ഈ ലേഡിയുടെ കുടുംബക്കാരാണ്, ലേഡിയുടെ കസിൻസാണ്, ഇവരുടെ ഇടയിലുള്ള അവിഹിതം ഓൾറെഡി കുടുംബത്തിൽ പിടിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഞെട്ടിച്ചേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പ്രായപൂർത്തിയായിട്ടുള്ള 2 ആൾക്കാരുടെ ലൈഫിനിടയിൽ കയറി ഇൻ്റർഫിയർ ചെയ്യാനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല. ഫസ്റ്റ് തിങ്. ആൻഡ് സെക്കൻഡ് തിങ്, നിങ്ങൾ അവരുടെ അത്രയും ക്ലോസ് റിലേഷനല്ല. ആ പെൺകുട്ടിയുടെ അമ്മയോ അച്ഛനോ സഹോദരനോ അല്ലെ പെൺകുട്ടിയുടെ ഭർത്താവോ അല്ല. നിങ്ങളൊരു ഡിസ്റ്റൻറ്റ് കുടുംബക്കാരനാണ്. ഇത്രമാത്രം ഈ തേജോവികാരം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. 3ാമത്തെ കാര്യം, ആ പെണ്ണിനെ വിട്ടയച്ച ചെക്കനെ മാത്രം 5 മണിക്കൂർ പിടിച്ചിരുത്തി അവൻ്റെ ഫോണും ഇതും ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവൻ്റെ ഫോൺ അവൻ്റെ പ്രൈവസിയാണ്. അവൻ്റെ പ്രൈവസി ഇല്ലാണ്ട് ലീഗൽ ഉദ്യോഗസ്ഥർക്ക് അല്ലാണ്ട് വേറൊരാൾക്ക് ഇത് ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ഗുണ്ടായിസ കാണിച്ചേ?
5 മണിക്കൂർ ഒരുത്തന്നെ മാറ്റി നിർത്തി ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ശരിയായി തോന്നുന്നുണ്ടോ? 100% എന്തൊക്കെ കുടുംബമാണ് ഇനി അവിഹിതമാണ്, എന്തൊക്കെ പുറത്താണ് ഞങ്ങൾ ചോദിച്ചത് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനുള്ള അവകാശമല്ല. അല്ല, ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ 2 കാര്യം ചെയ്യായിരുന്നു. ഒന്ന്, പോലീസിനെ വിളിക്കായിരുന്നു. എന്നാൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പോലീസിനെ വിളിച്ച് അറിയിക്കുക. മണിക്കൂറുകളായിട്ട് ഒരു വണ്ടി നിർത്തിയിടുന്നുണ്ട്, ഒരു പെണ്ണും ചെക്കനും ഇങ്ങനെ പെരുമാറുന്നുണ്ട്, അവർ വന്ന് ലീഗലി ആ വിഷയത്തെ അങ്ങ് സോൾവ് ചെയ്യും. അതുപോലെയല്ല നിങ്ങൾ ഇടപെടുന്നത്. നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടാവും, ഒച്ചപ്പാടായിട്ടുണ്ടാവും, നാട്ടുകാർ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കുടുംബത്തിൽ വന്ന് പറയുമോ, വീണ്ടും അവർക്ക് പ്രശ്നം ഉണ്ടാക്കുമോ. ഈ ടെൻഷനൊക്കെ കയറിയിട്ടായിരിക്കും ആ ലേഡി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. ലേഡി ശരിയെന്നല്ല, ലേഡിയിലോട്ട് നമുക്ക് വരാം, ലേഡി അവിടെ കിടക്കട്ടെ. അപ്പം ഇത് ഒരു നല്ലൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് ബേസിക്കലി നിങ്ങൾ ചെയ്തതിനോട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അതിനുള്ള അവകാശമോ റൈറ്റോ ഒന്നുമില്ല. ഓരോരുത്തരുടെ ലൈഫാണ്, അവർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു, അവരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ആൾക്കാരെ വിളിച്ച് വരുത്തണമായിരുന്നു. അല്ലെങ്കിൽ ഈ കോൺവെർസേഷൻ ഒന്നും നിൽക്കരുത്. ഇവരെ 2 പേരെയും വണ്ടി കയറ്റി നിങ്ങൾ നിങ്ങളുടെ ആ വീട്ടിലോട്ട് പോയി അവിടെ നിന്ന് സംസാരിക്കണമായിരുന്നു. പബ്ലിക്കായി ഇത്രയും സീനുണ്ടാക്കി ചീത്ത പറഞ്ഞ് വിട്ട് അവനെ പിടിച്ചു കൊണ്ടുപോയി അവിടെ നിർത്തി 5 മണിക്കൂർ സംസാരിച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോയി. അതിന് നമ്മൾ ഈ ന്യൂസ് പറഞ്ഞ പോലെ പിണറായി സർക്കാരിൻ്റെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അത് വലിയ തെറ്റൊന്നുമല്ല, നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ്. അങ്ങനെ ആളെയൊക്കെ പിടിച്ചു കൊണ്ടുപോയി. പിന്നെയാണ് നമ്മളുടെ ഈ സൂയിസൈഡൽ കാര്യം നടക്കുന്നത്. ആ ലേഡി ഒരു സൂയിസൈഡൽ നോട്ട് എഴുതുന്നു. ആളുടെ ബോഡിയിലാണ് ഈ സൂയിസൈഡ് നോട്ട് വെക്കുന്നത്. ഈ നോട്ട് കിട്ടിയ സമയത്ത് ഈ 3 ആൾക്കാരെ പേര് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആ നോട്ടിൽ ആൾ ക്ലിയറായി പറയുന്നുണ്ട്, എൻ്റെ കൂടെ നിന്ന ആ ചെക്കനല്ല ഞാൻ ആത്മഹത്യ ചെയ്യാൻ കാരണം, ഇവർ 3 ആളും എൻ്റെ നേരെ ഉണ്ടാക്കിയിട്ടുള്ള പ്രവൃത്തി കൊണ്ടാണെന്നൊക്കെ പറയുന്നു. അങ്ങനെയാണ് ഇവരുടെ പേര് വരുന്നത്, ഇവരെ പിടിക്കുന്നതും. അപ്പം അതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയെങ്കിലും ഇതിൽ തഗ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിനൊരു വഴി തിരിച്ചുവിടുന്ന രീതിയിൽ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് ഈ പെർട്ടിക്കുലർ ലേഡിയുടെ അമ്മയുടെ സൈഡിൽ നിന്നാണ്, എന്ന് വെച്ചാൽ ഉമ്മയുടെ സൈഡിൽ നിന്നാണ്. അവരിപ്പോൾ ന്യൂസ് ചാനലിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. വലിയ ഇൻ്റർവ്യൂ ആണ് കേട്ടോ, 6 മിനിറ്റ് എങ്ങാനുള്ള ഇൻ്റർവ്യൂ ആണ്. പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്ക് നോക്കാം. അപ്പം ആദ്യം ഒന്ന് കേട്ടു നോക്കാം. യഥാർത്ഥ പ്രതികളല്ലേ? ഇല്ല, യഥാർത്ഥ പ്രതികളല്ല, പാവം പിള്ളേരാ. ഇപ്പം അറസ്റ്റിരിക്കുന്ന മക്കളുണ്ടല്ലോ, ഒന്നിനും പോകാത്ത പിള്ളേരാ. അവരെങ്ങനെ വിഷയത്തിൽ എങ്ങനെയാണ് ഇത് ഇടപെട്ടത്? ഇവർ കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പെങ്ങളല്ലേ ഇത്, ചേച്ചിയുടെ പിള്ളേരാണല്ലോ. അപ്പം സ്വന്തം പിള്ളേരായത് കാരണം ഇവർ ഒരു നാണക്കേട് കാരണം ഇനി എന്താ ഇവിടെ കൂടെ കാണുന്നു ചോദിച്ചു. അപ്പം പറഞ്ഞു പിന്നെ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് 2 ആളും പറഞ്ഞ്. എൻ്റെ ഒരു മോളൊരു വെറും പാവം മോളായിരുന്നു. കൂടുതലായിട്ട് ആരും സംസാരിക്കുകയില്ല. ഇത്രയ്ക്ക് പാവം മോളായിരുന്നു. മറ്റേ ആവശ്യമില്ലാത്ത കൂട്ടുകാരോ ഒന്നും ഇല്ലാത്തൊരു മോളാണ്. കുറച്ച് കാലമായിട്ട് പിയാപ്പിളാന്ന് അത്രയ്ക്ക് നല്ലൊരു പിയാപ്പിളയായിരുന്നു. വളരെ ഡീസൻ്റുള്ള ദീനിയായിട്ടുള്ളതും ഉള്ള എന്ത് കാര്യവും സാധിച്ചു കൊടുക്കുന്നൊരു പയ്യനുമായിരുന്നു. അപ്പം അവർ കുറച്ച് നാളായിട്ട് അവനെ വെറുത്തിരിക്കുക. പിന്നെ ചെക്കനുമായിട്ടുള്ള ഇതിപ്പോൾ 3 വർഷമായി പോലെ വന്ന്. അപ്പം ഈ ഉമ്മാൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഈ പെൺകുട്ടി ഓൾറെഡി കല്യാണം കഴിച്ചതാണ്. പെൺകുട്ടിയല്ല, ആൻറ്റിയാണ്, 40 വയസ്സുണ്ട്, കല്യാണം കഴിച്ചതാണ്. ഭർത്താവ് നല്ലൊരു പെണ്ണാണ്, ആരോടും സംസാരിക്കുകയൊന്നുമില്ല, അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന പെണ്ണാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഉമ്മയ്ക്ക് കാക്കയ്ക്ക് തൻകുഞ്ഞ് പെൺകുഞ്ഞ് എന്ന പോലെ ഉമ്മക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. കല്യാണം കഴിച്ച ഭർത്താവാണെങ്കിൽ അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. ഭർത്താവ് അടിപൊളിയാണെങ്കിൽ ഈ പെണ്ണ് എന്തിന് വേറൊരുത്തൻ്റെ പുറകെ പോയി എന്ന് ആലോചിക്കുന്നു. ഒന്നെങ്കിൽ നിങ്ങളുടെ മോളെ പ്രശ്നമാണ്, അല്ലെ ഭർത്താവിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ ഭർത്താവ് അടിപൊളിയാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ മോളെ പ്രശ്നമായിരിക്കും. അപ്പോൾ ഉമ്മ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ പെർട്ടിക്കുലർ മോൾക്ക് എന്ന് വെച്ചാൽ ഇവളെ മോൾക്ക് ഈ വേറൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഇവളും ഭർത്താവും ഇപ്പം തെറ്റി നിൽക്കുകയാണ്. ആൻഡ് ഈ പിടിച്ചു എന്ന് പറയുന്ന, അല്ലെ സദാചാരം ചെയ്തു എന്ന് പറയുന്ന 3 ചെക്കന്മാർ ഇവരുടെ കുടുംബക്കാരാണ്. ക്ലിയർ? ആരാണ്? കുടുംബക്കാരാണ്. അപ്പം ഇവർക്ക് കുടുംബത്തിന് ഓൾറെഡി അറിയുന്ന ഒരു റിലേഷൻഷിപ്പാണ്, കുറേ തവണ പിടിച്ചതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കണ്ടപ്പോൾ അവർക്കൊരു നാണക്കേട് തോന്നിയത് കൊണ്ടാണ് അവർ പബ്ലിക്കലി വിളിച്ചിരുന്ന് ചോദിച്ചത്. അതിൻ്റെ ഉമ്മതിൽ വ്യക്തമായിട്ട് ഈ 3 കുട്ടികൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് ഉമ്മതിൽ പറയുന്നത്. ഉമ്മ അങ്ങനെയേ പറയൂ. ഉമ്മക്ക് ദേഷ്യം മിക്കവാറും ആ എക്സ്ട്രാ മരിറ്റൽ റിലേഷൻഷിപ്പ് വെച്ച വ്യക്തിയോടായിരിക്കും. അത് ഉമ്മ പറയുമെന്നും മുൻകൂട്ടി അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ആ പെണ്ണ് അവളുടെ ആത്മഹത്യാ കത്തിൽ ഇവനല്ല കാരണം, ഇവൻ കാരണമല്ല ഞാൻ ചെയ്തത്, ഇവരാണെന്ന് തന്നെ പറഞ്ഞത്. കാരണം പ്രണയിനിക്ക് ഏറ്റവും വലുത് പ്രണയിക്കുന്ന ചെക്കൻ തന്നെയാണ്, കുടുംബക്കാരല്ല. ഉമ്മാക്ക് വലുത് കുടുംബക്കാരാണ്. അപ്പോൾ ഈ കേസ് ഇങ്ങനെ ഇവർ പരുവത്ത് പോകണം. ആദ്യം തന്നെ മോളെ നീ ചെയ്തത് തെറ്റാണ്. ഒന്ന് 40 വയസ്സായ ലേഡിയാണ്. നിങ്ങൾ കല്യാണം കഴിച്ച ഒരു പുരുഷൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് വേറൊരു ബന്ധത്തിന് പോകണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഭർത്താവിന് ലീഗലി ഡിവോഴ്സ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഒഴിവാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം
എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ വീട്ടിലെല്ലാവരോടും പറഞ്ഞ് സമ്മതിച്ചിട്ട് ആ ചെക്കനെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അവൻ്റെ കൂടെ ഇറങ്ങി പോവുക. ഇത് ഭർത്താവിനെ അവിടെ വെച്ചുകൊണ്ട് വീട്ടിൽ ഇത്രയും പ്രശ്നമായി വീട്ടുകാർ സമ്മതിക്കാണ്ട് നിൽക്കുന്ന സമയത്ത് ഒളിഞ്ഞും പാത്തും നിന്ന് ആ ചെക്കൻ്റെ കൂടെ സംസാരിക്കാനോ പോയിട്ടുണ്ടെങ്കിൽ കുടുംബക്കാർ കണ്ടാൽ പിടിക്കും, ചോദിക്കും. ക്ലിയർ? അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പം ഇവിടെ എനിക്ക് 2 പെർസ്പെക്റ്റീവ് ഉണ്ട്. ചോദിക്കേണ്ട ആവശ്യം എന്താണ്, അവരുടെ ജീവിതമല്ലേ, അവരുടെ റൈറ്റ് അല്ലേ എന്നൊരു ഒപ്പീനിയൻ ഉണ്ട്. അതാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്, നിങ്ങളിതിൽ ഇൻ്റർഫിയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എത്ര ക്ലോസ് റിലേറ്റീവ് ഇൻ്റർഫിയർ ചെയ്താൽ പോരെ, കാരണം അവർ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ടല്ലേ അവർക്ക് ഇപ്പം ഈ പണി കിട്ടിയത്. ഈ ലേഡി നിർത്തില്ല എന്നുള്ളത് ഷുവറാണ്. കാരണം ചോദിക്കാൻ ചെന്ന സമയത്ത് ഈ ലേഡി പറഞ്ഞത് എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ടതാണ്. വേറെ അപ്പോൾ ഇതിലെന്താ കൂടുതൽ പറയാനുള്ള, അവർക്ക് അതാ പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്താ? സ്വർണ്ണമില്ല, കുറേ പൈസ കുറേ കടം വന്നിട്ടുണ്ട് നമുക്ക്. പിന്നെ മക്കൾ ചെറിയ 3 പിള്ളേരല്ലേ, എനിക്ക് നോക്കാൻ കഴിയില്ലല്ലോ. അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യൂ? വളരെ മക്കളും എല്ലാം വളരെ പാവം മക്കളുമാണ്. അപ്പം നമുക്ക് നീതി കിട്ടണം. ഇതിൽ നാളെ കേസ് കൊടുക്കാൻ പോന്ന പരാതി തന്നെ. നമ്മളെ മോളൊക്കെ നഷ്ടപ്പെട്ടില്ലേ, നമുക്കൊറ്റ മോളേ ഉള്ളൂ. അപ്പോൾ ആ ചെക്കനെ കുറിച്ച് കുറേ അലിഗേഷൻ പറയുന്നുണ്ട്. എന്താ സ്വർണ്ണം എടുത്തുവെന്നോ പൈസ എടുത്തുവെന്നോ മക്കളുണ്ടെന്നോ മക്കൾക്ക് നീതി വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ഉമ്മാൻ്റെ ഒരു ഫോക്കസ് മെയിനായിട്ട് ഇവനിലോട്ടാണ് പോകുന്നത്. ഉമ്മാക്ക് ഇവനോടാണ് ദേഷ്യമുള്ളത്. കാരണം എൻ്റെ മോള് കല്യാണം കഴിച്ച് നല്ലൊരാളുടെ കൂടെ നന്നായി ജീവിക്കുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയേ എന്നൊരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കതിന് ഉമ്മാനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഇവനിലോട്ടാണ് ഫോക്കസ് പോകുന്നത്. പക്ഷേ എനിക്ക് ആ ഫോക്കസ് എത്രത്തോളം ഒരു റിയാലിറ്റിയിലോട്ട് വരും എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ അവർ വളരെ വ്യക്തമായിട്ട് ഇവരെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഉമ്മാൻ്റെ വാക്കിന് എത്രത്തോളം കേൾക്കും എന്നുള്ള കാര്യം അറിയില്ല. ആൻഡ് ഈ ലേഡി ആ കത്തിൽ ഇങ്ങനെ സ്വർണം പോയിന്നോ പൈസ പോയിന്നോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ കേസ്. ഇപ്പോൾ ഒരു അവിൽ പരുവത്തിലാണ് പോയിക്കൊണ്ട് നിൽക്കുന്നത്. അതിനൊരു കൂട്ടുകറിയിലോട്ട് എത്തുമോ എന്നുള്ളത് കണ്ടറിയാം. പരാതി തന്നെ. നമ്മളെ മോളൊക്കെ നഷ്ടപ്പെട്ടില്ലേ, നമുക്കൊറ്റ മോളേ ഉള്ളൂ. ഒരു മോളും ഒരു മോനുമാണ്. അപ്പോൾ അതിൽ നമുക്ക് വളരെ പരാതിയുണ്ട്. നമ്മൾ നാളെ പോയിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. നമ്മളെ വക്കീലിനെ കാണുന്നുണ്ട്. മകളെ മരണത്തിലേക്ക് നയിച്ച മനോവിഷമം എന്താണെന്നാണ്? മോക്കോ? മോളെ വിദ്യാഭ്യാസം നമ്മളെ അടുത്ത് അങ്ങനെ കാണിക്കാറില്ല. തുറന്നൊന്നും സംസാരിക്കില്ല. ഈയിടെയായിട്ട് തുറന്നൊന്നും പറയില്ല, ഒരു കാര്യവും പറയാറില്ല. ചെക്കനുമായിട്ട് കൂട്ടുകെട്ട് എൻ്റെ തിരെ നമ്മളൊന്നും കണ്ടുകൂടാ കുറച്ച് നാളായി. ഇപ്പോൾ നമ്മളതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ ഇവനുള്ളത്. ഇവൻ അവിടെ വരുന്നുണ്ട്. ഇതിലൊക്കെ ഇപ്പം 2 ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞ സംഭവം. അതിൽ കൂടുതൽ എന്താ പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഒക്കെ നമ്മളെ മോക്ക് നീതി കിട്ടണം. നിങ്ങളെ മോക്ക് നീതി കിട്ടണം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആദ്യം ആ 3 ചെക്കന്മാരെ തന്നെ പിടിക്കും. അത് കഴിഞ്ഞിട്ടില്ലേ ഇവനിലോട്ടൊരു ഫോക്കസ് പോകും. പിന്നെ ഇവനെ നിങ്ങൾ ഇത്ര കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഒരു അവീതവും ഒരാൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതല്ല, 2 ആളും കൂടി ഒരുമിച്ച് ഉണ്ടാക്കുന്നതാണ്. 40 വയസ്സായി കല്യാണം കഴിച്ച് 2 കുട്ടികളായിട്ട് ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന ലേഡി ഈ ഭർത്താവിനെയും മറന്ന് ഉമ്മാനെയും വെറുപ്പിച്ച് ഉമ്മാനോടും ദേഷ്യം തോന്നി ഈ കുട്ടികളെയും മറന്ന് ഒരുത്തൻ്റെ കൂടെ പോകണ്ടേ? നിങ്ങളെ മോളെ ഭാഗത്താണ് ഏറ്റവും വലിയ തെറ്റ്. ഈ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക, ഈ പ്രണയബന്ധത്തിൻ്റെ അല്ലെ കല്യാണ വിവാഹ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വ്യക്തിയിലോട്ട് പോകും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി ഇതിനൊരു ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ എന്താണെന്നൊന്നും നോക്കൂല, ചെക്കനെ കെട്ടുന്ന ഒന്നായിരിക്കും ചിലപ്പോൾ കാണുക, അങ്ങനെയൊക്കെ ആയിരിക്കും കെട്ടിയിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് തൻ്റെ പാർട്ട്ണർ ഓക്കെ എല്ലാം തോന്നുന്ന സമയമാകുമ്പോഴേക്ക് 2-3 കുട്ടികളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക ചെയ്യുക. ഈ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ലൈഫിൽ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ അവർ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു പാർട്ട്ണറെ കണ്ടുമുട്ടിയാൽ ഓട്ടോമാറ്റിക്കലി അവരവരായിട്ട് റിലേഷൻഷിപ്പാവും. അപ്പം ഇനി അങ്ങോട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ, എക്സ്ട്രാ മരീറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ബന്ധങ്ങളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ എല്ലാ കോംപ്ലിക്കേഷൻസും സഹിക്കാൻ തയ്യാറായിരിക്കണം. ഞാൻ ബന്ധത്തിൽ പോകും, എന്നാരും ചോദ്യം ചെയ്യാൻ പാടില്ല, എന്നാരും ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടുന്നതിന് ഒരു ലിമിറ്റ് വെക്കണം. പ്രത്യേകിച്ച് ഈ സദാചാരം കാണിക്കലെന്നത് നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് പണി പാലും വെള്ളത്തിൽ കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ് ഓർത്തിട്ട് ഇനിയെങ്കിലും ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കുക.
അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.